കനകമലയുടെ തണലും തളിരും തളിരിന്റെ കുളിരും ചൂടി മയ്യഴിപ്പുഴയുടെ ഹൃദയതന്ത്രികളിൽ നിന്നുണരുന്ന കാവ്യസരണീരവ ശ്രുതിലയ മധുരിമയിൽ മനസ്സു ചേർത്തിരിക്കുന്ന മാതാവാണ് പുളിയനമ്പ്രം മുസ്ലിം യു.പി. സ്കൂൾ. അക്ഷരം കുറിച്ചറിവ് പകർത്തിയ കഴിഞ്ഞ കാലത്തിന്റെ 111 വർഷങ്ങൾ. ഓർമ്മകൾക്കെത്ര മധുരം! ഈ വാർഷികാഘോഷം പുതിയൊരു തുടക്കത്തിന്റെ, പുതിയൊരു സൗഹൃദത്തിന്റെ, ഒത്തുചേരലിന്റെ പുതിയൊരു അനുഭവമാക്കാം നമുക്ക്. പെറ്റുപെരുകാനായി ഓർമ്മത്താളുകളിൽ പുത്തൻ മയിൽപ്പീലി ചേർത്തു വയ്ക്കാം. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനേ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ. നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടർത്തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പ്രിയപ്പെട്ടവരെ, മുകളിൽ ആകാശവും താഴെ ഭൂമിയും, അതിനിടയിൽ കഷ്ടതയിലും ദുരിതത്തിലും പൊരുത്തപ്പെട്ട് ജീവിച്ചിരുന്ന കരിയാട് ഗ്രാമത്തിലെ പുളിയനമ്പ്രം ദേശത്തിന്റെ അക്ഷരസ്നേഹത്തിന്റെയും നിഷ്കളങ്കതയിൽ നിറഞ്ഞു തെളിഞ്ഞ പുളിയനമ്പ്രം മുസ്ലിം യു.പി. സ്കൂൾ എന്ന അക്ഷര വെളിച്ചത്തിന്റെയും ഭൂതകാലങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നാടും വീടും തീരെ വികസനമില്ലാതെ കിടന്ന ഒരു കാലം. നാട് എന്നത് കാട് നിറഞ്ഞു നിന്ന കാലം. ആളും ആരവങ്ങളും ഒന്നുമില്ലാതെ, ആശയവിനിമയ സംവിധാനങ്ങളില്ലാതെ, സഞ്ചാരപാതകളില്ലാതെ, വാഹനങ്ങളില്ലാതെ കഴിഞ്ഞ കാലം. വന്യമൃഗങ്ങൾ നിറഞ്ഞു വിളയാടിയപ്പോൾ മണ്ണിനോടും മൃഗങ്ങളോടും കല്ലിനോടും കാറ്റിനോടും മഴയോടും ചെറുത്തുനിന്ന് മണ്ണിൽ പൊന്നു വിളയിച്ച ഒരു നാടുണ്ട്. അതാണ് നമ്മുടെ പുളിയനമ്പ്രം ദേശം. പ്രകൃതിയിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമ്പോഴും അറിവാണ് ഒരു മനുഷ്യന്റെ കരുത്ത്. ആ അറിവിനായി നമുക്കൊരു പാഠശാല വേണമെന്ന ദേശവാസികളുടെ സ്വപ്നം അത് നെഞ്ചിലങ്ങനെ നിറഞ്ഞു തന്നെയിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അസ്വസ്ഥതകളിലും ഫ്യൂഡൽ ജന്മിത്വ സമ്പ്രദായം വേരുപിടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. സാധാരണക്കാരും ഗ്രാമീണരും ഉടുതുണിക്ക് മറുതുണിയില്ലാതെയും പട്ടിണിയും പരിവട്ടവുമായി കഴിയുകയാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തെക്കുറിച്ചോ മറ്റു സമ്പ്രദായങ്ങളെക്കുറിച്ചോ ആലോചിക്കാൻ പോലുമാവാത്ത സാമൂഹിക ചുറ്റുപാടുകൾ, വിദ്യാലയമെന്ന കാഴ്ചപ്പാട് പോലും അന്യമായിരുന്ന കാലത്ത് അക്ഷരാഭ്യാസം എന്ന സ്വപ്നവും പേറി അവർ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരുന്നപ്പോൾ മേനാരിപ്പറമ്പിൽ സർവ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് അന്നത്തെ ഏതാനും മുസ്ലിം തറവാട്ടുകാർ ഒരു ഓത്തുപള്ളിക്കൂടത്തിനായി പ്രയത്നിച്ചു. വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക മേഖലകൾ വേണ്ടത്ര പരിപോഷിക്കുകയും വികാസം പ്രാപിക്കുകയും ചെയ്യാത്ത 1914 എന്ന വറുതിയുടെ കാലത്ത് അക്ഷരദാഹികളായ ഒരു കൂട്ടം മനുഷ്യരുടെ കിനാവ് നിലാവ് പോലെ തെളിമയിൽ പൂവണിഞ്ഞു. ഇന്നും അനേകം ശിഷ്യർക്ക് അക്ഷരപ്രകാശം നൽകി
പാൽപുഞ്ചിരി തൂകി നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ പുളിയനമ്പ്രം സ്കൂളിന്റെ പിറവി. അതെ, 1914 ആദ്യത്തെ പുളിയനമ്പ്രം വിദ്യാഭ്യാസ പാഠശാല സ്ഥാപിതമായി. ഓല കൊണ്ട് കെട്ടിമറച്ച ഒരു കുടിലിന്റെ രൂപമായിരുന്നു ഈ സ്കൂളിന്. അന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഈ ഓത്തുപള്ളിക്കൂടം സ്ഥാപിച്ചത് തന്നെ ഒരു വിപ്ലവമായിരുന്നു. അച്ചടിച്ച പുസ്തകങ്ങളോ ബെഞ്ചുകളോ ഇല്ലാതെ നിലത്തെഴുതിയും മണ്ണിലെഴുതിയും കണ്ടും കേട്ടും പഠിച്ചു. പഠിതാക്കളും പഠിപ്പിക്കുന്നവരുമൊക്കെ പുളിയനമ്പ്രത്തുകാർ. മഴയത്ത് ചോർന്നൊലിച്ചും വേനലിൽ പൊടിപാറിയും ദാരിദ്ര്യത്തിന്റെ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു അന്നത്തെ സാധാരണക്കാരായ ഗ്രാമീണർ. പച്ചവെള്ളം കുടിച്ച് പച്ചയായി ജീവിച്ചിരുന്ന നിഷ്കളങ്കരായ ഗ്രാമീണർക്ക് ഓത്തുപള്ളിക്കൂടം ഒരു വേറിട്ട അനുഭവമായിരുന്നു, അറിവിനൊരാശ്വാസമായിരുന്നു. പിന്നീട് ഓത്തുപള്ളിക്കൂടം എലിമെന്ററി സ്കൂളായി ഉയർത്തി. നിരവധി സാധാരണക്കാരായ ജനങ്ങൾ വിദ്യ തേടി സ്കൂളിലെത്തി. നാനാജാതി മതസ്ഥരും പഠിതാക്കളായി എത്തിയതോടെ പുളിയനമ്പ്രത്തിന്റെ സ്വന്തം സ്കൂളായി മാറുകയായിരുന്നു. സ്കൂളിന്റെ ഭരണം മനാറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി ഏറ്റെടുത്തതോടെ 1979 പുളിയനമ്പ്രം UP സ്കൂളായി പരിണമിച്ചുയർത്തപ്പെട്ടു. ഭൗതികമായി സ്കൂൾ അടിമുടി മാറി. പിന്നീട് ഒറ്റ കെട്ടിടത്തിൽ നിന്നും 9 ക്ലാസ് മുറികൾ നിർമ്മിച്ചു. കൂടെയുള്ള 3 കെട്ടിടങ്ങൾ നിർമ്മിച്ചു. ഓഫീസ് മുറി, ക്ലാസ് മുറികൾ, വൈദ്യുതി, കുടിവെള്ള സംവിധാനം തുടങ്ങിയ സൗകര്യങ്ങളൊരുക്കി. ഇതിനിടെ ഒട്ടനവധി അധ്യാപകർ സ്കൂളിന്റെ സേവനപാതയിൽ നാഴികക്കല്ലുകളായി മാറി. കുട്ടികളുടെ എണ്ണത്തിലും വർധനവ് വന്നു. 2024 അധ്യയന വർഷം പിന്നിടുമ്പോൾ ചൊക്ലി സബ് ജില്ലയിലെ കരിയാട് CRCയിൽ തന്നെ ഭൗതിക സൗകര്യങ്ങളിലും അക്കാദമിക രംഗത്തും മികച്ചു നിൽക്കുന്ന വിദ്യാലയങ്ങളിലൊന്നായി നമ്മുടെ സ്കൂളിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. 450-ൽ കൂടുതൽ കുട്ടികളും 25ഓളം അധ്യാപകരും വിദ്യാലയത്തിൽ സേവനം ചെയ്തു വരുന്നു. സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ LSS നേടിയ സ്കൂൾ എന്ന പെരുമ നേടാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ സ്കൂളിന്റെ അക്കാദമിക മികവിനെ പ്രതിനിധാനം ചെയ്യുന്നു. പാനൂർ മുനിസിപ്പാലിറ്റി തല പ്രവേശനോത്സവത്തിന്റെ ആരവത്തോടെ തുടങ്ങിയ ഈ അധ്യയന വർഷം മികവിന്റെ മറ്റൊരു കാലയളവ് കൂടിയായിരുന്നു. സിലബസിനുള്ളിലെ സമയബന്ധിത പഠനത്തിനപ്പുറം സമൂഹവുമായി ഇഴുകിച്ചേരും വിധം പാഠ്യേതര വിഷയങ്ങളുമായി നമ്മുടെ സ്കൂൾ മാതൃക സൃഷ്ടിച്ചു. ദിനാചരങ്ങൾ കേവലം ഒരു ആഘോഷമോ ചടങ്ങോ ആയി മാറാതെ സമൂഹത്തിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനും ചുറ്റും നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ നേരിടാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനുമുള്ള ചങ്കുറപ്പുള്ള ഒരു വരും തലമുറയെ സൃഷ്ടിക്കാനും ചിതലരിച്ചു തുടങ്ങിയ ചരിത്രത്തെക്കുറിച്ചും ചവിട്ടി നടക്കുന്ന മണ്ണിനെക്കുറിച്ചും ചിന്തയുള്ളവരായി മാറാനുമുള്ള ഓരോ കുട്ടിയുടെയും അവകാശത്തെ തൃപ്തിപ്പെടുത്തും വിധമാണ് ഓരോ ദിനാചരണങ്ങളും നടത്തിവരുന്നത്. എല്ലാ വിഷയങ്ങളും വിദ്യാർത്ഥി സമൂഹത്തിന് ഓരോ പുതിയ തിരിച്ചറിവുകളാണ് നൽകുന്നത്. വായനാ ദിനം, ചാന്ദ്രദിനം, ലഹരിവിരുദ്ധ ദിനം, ബഷീർ ദിനം, ഓസോൺ ദിനം, ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ദിനം തുടങ്ങി എല്ലാ ദിനങ്ങളും ആചരിക്കുന്നതിനോടൊപ്പം പുതിയ അറിവായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയ വായനാവണ്ടി വായിച്ചു വളരാൻ കുട്ടികളോടൊപ്പം നാട്ടുകാരും കൂട്ടുചേർന്നത് വേറിട്ട ഒരു ആശയവും അനുഭവവുമായിരുന്നു. വായനയുടെ ലോകത്തേക്ക് വിരസതയില്ലാതെ വളർന്നു വരുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് ഉതകും വിധം വിവിധങ്ങളായ വായനാ പരിപാടികൾ സംഘടിപ്പിച്ചതിന്റെ ഫലം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയ നമ്മുടെ സ്കൂളിലെ 1-ാം ക്ലാസ്സുകാരൻ ഷഹസാദിന്റെ ഡയറി കുറിപ്പ്. വെളുത്ത കോഴിമുട്ടകൾക്കുള്ളിൽ നിന്നും കറുപ്പും വെളുപ്പും ചേർന്ന കോഴിക്കുഞ്ഞുങ്ങളെ കൗതുകത്തോടെ നോക്കി നിന്ന കുഞ്ഞു മനസ്സിനെ ഷഹസാദ് തന്റെ സംയുക്ത ഡയറിയിലേക്ക് പകർത്തി എഴുതിയപ്പോൾ അത് കേരളക്കരയുടെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെ ഇമ്മണി വലിയ കാര്യങ്ങൾ തേടിയുള്ള എഴുത്തുകളും വായനകളും ഓരോ ക്ലാസ് മുറികളിലും തുടരുന്നു. മിടുമിടുക്കരായ നിരവധി അക്ഷരക്കുഞ്ഞുങ്ങളുടെ വിളനിലമാണ് ഈ സ്കൂൾ. ഒരു ക്ലാസ് മുറി എന്നത് സമൂഹത്തിന്റെ ഏറ്റവും ചെറിയൊരു പരിച്ഛേദമാണെന്ന ബോധ്യത്തിൽ വിവിധ ദിനാചര പരിപാടികൾ നടത്തിവരുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പൈങ്ങോട്ടേരി സാദിഖിന്റെ നേതൃത്വത്തിലുള്ള മാവിൻ തൈ വിതരണവും
കുഞ്ഞു മനസ്സിൽ ആവേശം നിറക്കാൻ പ്രഖ്യാപിച്ച സ്വർണ്ണ നാണയവും തേന്മാവിനോളം സ്വപ്നങ്ങളെ പരിപാലിച്ചു വളർത്താൻ കുട്ടികൾക്ക് പ്രചോദനമായി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പൈങ്ങോട്ടേരി സാധിക കുട്ടികൾക്ക് വേണ്ടി ചെയ്തുവരുന്ന കാർഷിക പിന്തുണ വിസ്മരിക്കാനാവാത്ത ഒന്നാണ്. ഈ വർഷം 1 മുതൽ 5 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ബഡ് ചെയ്ത മാവിൻ തൈ കൂടെ വളവും വിതരണം ചെയ്തു നൽകി. മരം ഒരു വരമാണ്. മരം നമ്മുടെ ജീവനും ജീവന്റെ തണലുമാണെന്ന ബോധ്യം നാളെയുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുക സാധിക്കയെപ്പോലെയുള്ള നന്മ മനസ്സ് നമ്മുടെ സമൂഹത്തിന് വരദാനമാണ്. മികച്ച അധ്യയന പ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടും വിധം കലാകായിക മേഖലകളിലും സ്കൂൾ മികവ് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. റവന്യൂ ജില്ലയിൽ പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടിക്കൊണ്ട് ശാസ്ത്രമേളയിലും കായികമേളയിലെ മിന്നും പ്രകടനം കൊണ്ടും നമ്മുടെ കുട്ടികൾ മുൻപന്തിയിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. കുട്ടികളിലെ ഭാവിയിലേക്കുള്ള പഠനത്തിനും ഊർജത്തിനും ആത്മധൈര്യത്തിനും വിദ്യാലയത്തിലെ സോഷ്യൽ ക്ലബ്ബായ സ്കൗട്ട് ഗൈഡ് JRC പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമായി മുന്നോട്ടു പോകുന്നു. The trophy is passed into the hands of Genius. താളവും ഭാവവും അച്ചടക്കവും ഏകോപിപ്പിച്ച് ഒത്തൊരുമിച്ചാൽ മനോഹരമാകാത്തതെന്തുണ്ട് എന്ന സന്ദേശമുണർത്തി വിദ്യാലയത്തിന് അഭിമാനമായ ബാൻഡ് ഗ്രൂപ്പ് എല്ലാ പ്രവർത്തനത്തിലും ഒന്നാമതായി സ്കൂളിന്റെ അഭിമാനമായി നിൽക്കുന്നു. നീണ്ട 31 വർഷങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളായി അമ്മക്കോഴിയുടെ ചിറകിലൊതുക്കി ഒരുക്കി മിനുക്കിയെടുത്തറിവിന്റെ അമ്പരത്തോളമുയർത്തിയ ശിഷ്യഗണങ്ങൾ എന്നീ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജീവിക്കുന്നു എന്നത് അധ്യാപനം എന്നതിന്റെ പുണ്യമാണ്. 31 വർഷത്തെ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് ശേഷം അക്ഷരമുറ്റത്തിന്റെ പടിയിറങ്ങുകയാണ് ഈ അധ്യാപികമാർ. പുളിയനമ്പ്രത്തിന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ പകരും തോറും 10 മടങ്ങായി പലവുറി അധികരിക്കുന്ന അറിവിന്റെ എഴുത്താണി കൊണ്ട് നിങ്ങൾ എഴുതിച്ചേർക്കപ്പെടും. യാത്രാമംഗളങ്ങൾ. നമുക്കു പിന്നിൽ ജീവിച്ചു കടന്നുപോയ നല്ല മനുഷ്യരുടെ ത്യാഗത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് ഈ നാടും നഗരവും ഈ വിദ്യാലയവും. നാളെയുടെ പൂവസന്തങ്ങളാകേണ്ടുന്ന പുതുതലമുറയും സ്മരിക്കട്ടെ ഓർമ്മകളുടെ കിതാബിൽ എഴുതിച്ചേർക്കപ്പെട്ട കുറെ നല്ല മനുഷ്യരെയും നമ്മുടെ നാടിനെയും നമ്മുടെ ഈ അക്ഷരമുത്തശ്ശിയെയും. കാലം വരുത്തിയ തേയ്മാനം പാതി മനസ്സാൽ അംഗീകരിക്കുമ്പോഴും നാമെല്ലാം ആവേശപൂർവം നെഞ്ചോടു ചേർക്കുന്ന നമ്മുടെ ദേശവും ദേശസ്നേഹവും വിദ്യാലയവും നിറഞ്ഞുതന്നെ നിൽക്കട്ടെ. മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്നേഹ സഹോദര സമത്വം നമ്മളെ പഠിപ്പിച്ച നമ്മുടെ അക്ഷരമുത്തശ്ശി 111ന്റെ നിറവിൽ നിൽക്കുന്ന ഈ വേളയിൽ നമ്മൾ ഒന്നാണെന്ന ചിന്തയുണർത്തി ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കാം. സുന്ദരമായ പുതിയൊരു സമൂഹത്തിനു വേണ്ടി പ്രയത്നിക്കാം. ഇനി വരാനിരിക്കുന്ന നാളുകൾ നമ്മുടേതു മാത്രമാകട്ടെ, നന്മയുടേതു മാത്രമാകട്ടെ. ജയ് ഹിന്ദ്.